അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, നമ്മളിടയിൽ ഈ കാര്യം ഒരു ചർച്ച ആകാൻ വേണ്ടിയിട്ടായിരിക്കാം ആരോ ഈ ക്ലിപ്സൊക്കെ വിട്ടത്. പക്ഷെ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ഷരീഫ നശിക്കും, അതായത് അത് കത്തിച്ചാൽ കത്തും എന്ന വിശ്വാസം അംഗീകരിച്ചിട്ടില്ല. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്ഫിനെ, അവിടുത്തെ മുടിയുടെയും ശരീരത്തിൻ്റെയും നീളം, വലിപ്പം, വർണ്ണം തുടങ്ങിയ കാര്യങ്ങളെ ചേർത്ത് പറയാനുള്ള അവകാശം സഹാബത്തിൽ മാത്രമാണ് എന്ന വാദത്തിൽ നിന്നും പിന്നോട്ട് വന്നിട്ടില്ല. മൂന്നാമത്തത്, നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഷാഫിഈ, അശ്അരി തരീഖത്തുകളനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്കിടയിൽ കാര്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, തോട്ടുമുക്കം എന്നൊരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളാൽ നിർമ്മിച്ച ഒരു പള്ളി, പുറത്തുള്ള ഗൾഫിലെ സഹായങ്ങളോ അല്ലെ അറബികളുടെ സഹായങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ തോട്ടുമുക്കത്തുകാർ നിർമ്മിച്ച ഒരു പള്ളി കാലാകാലങ്ങളായി സംയുക്തമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് തോട്ടുമുക്കം. അത് ഒരുപാട് വർഷങ്ങളായി എൻ്റെ നാടിൻ്റെ പാരമ്പര്യം അതാണ്. ഞാനീ പറഞ്ഞ പോലെ ഷാഫിഈ, അശ്അരി എന്ന നിലപാടിൽ നിന്ന് ഒരു ഗ്രൂപ്പിസത്തിലേക്ക് മഹല്ലോ പള്ളിയോ നീങ്ങിയിട്ടില്ല. മറിച്ച് അതിൽ എല്ലാ ഗ്രൂപ്പുകാരായ ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് കുറച്ച് അപക്വമായ സ്വഭാവം ഉണ്ടാവും. എന്നതൊഴിച്ചാൽ എൻ്റെ നാട് ശാന്തമായ, എല്ലാ മുസ്ലിമീങ്ങൾക്കും നിസ്കരിക്കാനും ദിക്റ് ചൊല്ലാനും ഖുർആൻ ഓതാനും ഒക്കെ പറ്റിയൊരു പള്ളിയാണത്. അപ്പം ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഷാഫിഈ, അശ്അരി പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആ രീതിയിൽ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് കമ്മിറ്റി മെമ്പേഴ്സ് ആ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിൻ്റെ പരിപാടികൾ നിശ്ചയിച്ചു. അത് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇന്നും പരിശ്രമിക്കുന്നു, ഇനിയും പരിശ്രമിക്കും. മറിച്ചൊരു കാര്യം, ഇതിൽ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നത് തീർച്ചയായിട്ടും കാന്തപുരം ഉസ്താദിൻ്റെ ഓഫീസിലെ സ്റ്റാഫിന് പറ്റിയ പിഴയായിരിക്കാം, അതല്ലെങ്കിൽ അവർ കരുതി കൂട്ടി ചെയ്തായിരിക്കാം. ഈ കാര്യത്തിൻ്റെ സാങ്കേതികതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കാരണം ഞാൻ ഒരു വലിയ മനുഷ്യൻ്റെ ഓഫീസിൽ നിന്നാണ് സംസാരിച്ചത്, പേഴ്സണലായി സമ്മേളന ഹാളിലല്ല. അപ്പം അതിൻ്റെ സുരക്ഷിതത്വവും സ്വകാര്യതയും സൂക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിൻ്റെ ഭാഗമാണ്. അതിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അത് നോക്കുക. പക്ഷെ ഒരു ഭാഗ്യം അല്ലാഹു എനിക്ക് തന്നു. അതായത് ഞാൻ സ്വന്തമേ ഞാൻ പറഞ്ഞത് കൂടിപ്പോയി ചില പദങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ തിരുത്തി. എന്നാൽ പലർക്കും സംസുലമയോടോ, കണ്ണീത്ത് ഉസ്താദിനോടോ, കോട്ടുമല ഉസ്താദിനോടോ, മാലൂലിയരോടോ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോടോ, ഹൈദരലി ഷിഹാബ് തങ്ങളോടോ, ഉമർ അലി ഷിഹാബ് തങ്ങളോടോ ആരോടും ഞാൻ പറഞ്ഞ പോലെ നേരിട്ട് പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല, അതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്തതൊരു നല്ല കാര്യമാണെന്നും എനിക്ക് ഞാൻ ചെയ്തതിൽ ആത്മസംതൃപ്തി ഉണ്ട്. അതായത് എൻ്റെ വാദങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ ചില പ്രയോഗങ്ങളിൽ വന്ന ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്ന ഭാഗം പൊരുത്തപ്പെടണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. പിന്നീട് ഈ പറയപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ്റെ മനോഹരമായ ഒരു ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്വകാര്യത സൂക്ഷിക്കേണ്ടതും അതിൻ്റെ സത്യസന്ധത പറയേണ്ടതും അവരുടെ ബാധ്യതയാണ്. അത് ബ്ലോഗർമാർക്ക് വിട്ടുകൊടുത്തിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനല്ല ഉത്തരവാദി. തീർച്ചയായിട്ടും ആ സംഘടനയും അതിന് നേതാക്കളുമാണ്. ഒരു സഹവർത്തിത്വത്തിൻ്റെ മനോഭാവത്തിലേക്ക് കുറച്ചുകൂടിയൊക്കെ ആളുകൾ വരുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അതായത് ഇപ്പോൾ ഈ ക്ലിപ്സുകളിലൊന്നും പറഞ്ഞ ഒരു കാര്യം ഞാൻ നിഷേധിക്കണില്ല. അതൊക്കെ ശരിയാണോ? ഞാനിപ്പോഴും ആ വാദം ഉറച്ചു പറയുന്നു. അതേ തന്നെ ഇനി ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മുൻപിൽ പറഞ്ഞ പോലെ ഇത് മാത്രമല്ലാതെ മറ്റു കാര്യങ്ങളില്ല. അതുകൊണ്ട് ദയവായി ഈ ചർച്ച, ഞാൻ ഈ പറഞ്ഞ വിശദീകരണം മനസ്സിലാക്കി നിങ്ങൾ അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.